നമസ്കാരം. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ആദ്യ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലൊരു രീതിയിലുള്ള റെസ്പോൺസാണ് എനിക്ക് ആദ്യത്തെ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഇത്. ഞാൻ ആ രീതിയിൽ ശ്രമിച്ചു. അപ്പം അതിന് എന്നെ അറിയാവുന്നവർ നല്ല റെസ്പോൺസ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. ഒരുപാട് സജഷൻസ് പറഞ്ഞിട്ടുണ്ട് ബെറ്ററായിട്ട് വരാനുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ ഇത്രത്തോളം നമുക്കൊരു ഇതായിട്ട് വരാൻ പറ്റും എന്നുള്ളതിന് വേണ്ടി കുറേ ആൾക്കാർ സജഷൻസ് പറഞ്ഞു. അപ്പോൾ എല്ലാ സജഷൻസും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള റെസ്പോൺസും ഞാൻ അതിനെ നല്ല രീതിയിൽ എടുക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അതിനെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ഫസ്റ്റ് എടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു 2 മാസം മുന്നേ, അതായത് ഒരു 6/6/2025 ഒരു ജൂൺ 6-നാണ് ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. അത് ട്വിറ്ററിലിട്ടൊരു പോസ്റ്റാണ്. ആ ട്വിറ്ററിലിട്ട പോസ്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്നവരാണ്. ട്രാവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ദിവസം പുറത്തേക്ക് ഇറങ്ങുക, എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ നടന്നു പോകാം, അല്ലെങ്കിൽ നമ്മൾ സൈക്കിളിലോ സ്കൂട്ടറിലോ കാറിലോ ഒക്കെ ആയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എന്താ പറയുക ശ്രദ്ധിച്ചതാണ് പരമാവധി നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ അറിയാം. എന്നാലും നമ്മുടെ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് നോക്കുമ്പം നമ്മുടെ ആ റോഡിൻ്റെ ഇരുവശത്തു നിന്നും ചെറിയ ജീവികളായിട്ടുള്ള, അതായത് ഇപ്പം ഉറുമ്പ്, അതേപോലെ തന്നെ ഉറുമ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രത്തോളം ചെറിയൊരു മൈനൂട്ട് ഉറുമ്പിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. എന്നാലും നമ്മൾ എന്താ പറയുക, ചില സിനിമകളിലൊക്കെ നമ്മുടെ പ്രേമം സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയൊരു ഉറുമ്പിനെ പോലും നമ്മൾ ഫോക്കസ് ചെയ്ത് അത്രയും ഒബ്സർവേഷനുള്ള ആൾക്കാർക്ക് പറ്റും. അപ്പോൾ അത് അങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉറുമ്പാവാം, അല്ലെങ്കിൽ ഒരു ഓന്താവാം, അല്ലെങ്കിൽ ഒരു അട്ട ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ചിലന്തി പോകുന്നതായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ മിക്കവാറും എവിടെ യാത്ര പോയാലും അതായത് ധൃതി പിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻസ്ഡായിട്ട് പോകുന്നതല്ല, ഒരു സമാധാനത്തോടെ പീസ്ഫുള്ളായിട്ട് പോകുന്നതാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. എൻ്റെ ബൈക്കിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവികൾ പോകുമ്പോൾ ഞാനതങ്ങനെ ശ്രദ്ധയിൽ വരാറുണ്ട്. അപ്പം ഞാനത് പരമാവധി അവറ്റകൾക്കൊരു ഹാം ആവാതെ, അല്ലെങ്കിൽ അവരുടെ ജീവനൊരു പ്രശ്നം വരാതെ ബാധിക്കാത്ത രീതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ബൈക്ക് ഓടിച്ച് പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടോ, നിങ്ങളങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്കാരാണോ? അത് ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ, ഞാൻ ആ ഒരു പർപ്പസിലേക്ക് വന്നതിൻ്റെ കാര്യം പറയാം. അപ്പം മിക്കവാറും നമ്മളിതുപോലെ യാത്രകൾ ചെയ്യും. നമ്മളെല്ലാവരും ദിവസം യാത്ര ചെയ്യുന്നതിനിടയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ കാണാറുണ്ട് റോഡിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ സെൻട്രലായിട്ടൊക്കെ പല ജീവികളും മരണപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിൽ തന്നെ വണ്ടികൾ അതിൻ്റെ മുകളിൽ കൂടെ കയറിപ്പോയിട്ട് ഭയങ്കര മോശമായിട്ട് അതിങ്ങനെ കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓഫീസിലേക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിലപ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരു ശരീരത്തിനെ എടുത്ത് മാറ്റി എന്താ പറയുക, ആ ഒരു സൈഡിലേക്ക് ഇടാൻ പറ്റിയൊരു സാഹചര്യം ആയിരിക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് ആ ഒരു ഫസ്റ്റ് പോസ്റ്റ് ഇടുന്നത് ട്വിറ്ററിൽ. അത് ഇങ്ങനെ നിരന്തരം നമ്മൾ കാണുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, ഇങ്ങനൊരു ബോഡി ഒരു ജീവന അപകടത്തിൽപ്പെട്ടു, അതായത് ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ മനഃപൂർവ്വം ഒരിക്കലും ഒരാളൊരു ജീവിയെ നമ്മൾ ആക്സിഡൻറ്റിൽ അല്ലെങ്കിൽ ഇടിക്കുകയോ അല്ലെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്കാരല്ല. ഒരു നോർമൽ മനുഷ്യരാരും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എല്ലാ സഹജീവികളോടും സ്നേഹമുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ജീവികൾ ശ്രദ്ധക്കുറവ് കൊണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോഴായിരിക്കാം ഇങ്ങനത്തെ ആക്സിഡൻറ്റ്സ് മിക്കവാറും നടക്കും. ഇപ്പം എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ നടക്കാറുണ്ടാവും. അപ്പം അതൊരിക്കലും നമുക്ക് അതിനെ നമുക്ക് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റോഡിലേക്ക് വണ്ടി ഒതുക്കി നിർത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് നോക്കാം. അവരുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് അങ്ങനെ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യമാണെങ്കിൽ, ഇപ്പം നമുക്കത് ധൃതി പിടിച്ച് പോവാണ്, നമുക്കതിനെ ഒന്നും നോക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയാണ്, നമുക്കറിയില്ല. അതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ആൾക്കാർ പോലെ ഇരിക്കും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒതുക്കി നിർത്തി ഒന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മരണപ്പെട്ടു എന്നുണ്ടെങ്കിൽ പരമാവധി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ബോഡി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി ഒന്ന് സൈഡിലേക്ക് വെക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാണെങ്കിൽ മറ്റൊരാളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാണെങ്കിലും അതിന് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് ചെയ്യാം. ഇപ്പം എപ്പോഴും മനസ്സുകൊണ്ട് വിചാരിക്കും പക്ഷേ നിർത്തിയിട്ടൊന്നും ഇതെടുത്ത് വെച്ചിരുന്നെങ്കിലും ചിന്തി, പക്ഷേ ഞാൻ ഒന്നീ ജോലിക്ക് പോകുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയെന്നായിരിക്കും. ഇതിനെന്താണ് നമുക്കൊരു സൊല്യൂഷൻ ചെയ്യാൻ പറ്റുക, ഇതിനെന്താണ് നമുക്കൊരു സൊല്യൂഷൻ ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഇതൊരു ഫോട്ടോ എടുത്ത് ഇന്നൊരു വ്യക്തി അറിയിച്ചാൽ അവർ വന്ന നിയർ ബൈ ഉള്ള ആൾക്കാർ വന്നത് ക്ലിയർ ചെയ്ത് അതിനെ സൈഡിൽ ഒതുക്കി അതിൻ്റെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം അതിനെന്ത് ഗവൺമെൻറ് മീഡിയമാണ്, അല്ലെങ്കിൽ എന്തൊരു NGO ആണ്, അല്ലെങ്കിൽ എന്തൊരു ഓർഗനൈസേഷനാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ നമുക്കിതിനെ ഇങ്ങനത്തെ ഒരു പ്രവണതയെ നമുക്ക് ഒഴിവാക്കാം. കാരണം ആ ഒരു ബോഡി മരണപ്പെട്ട ഒരു പട്ടിയോ പൂച്ചയോ എന്ത് ജീവിയായാലും
അവരുടെ ദേഹത്തൂടെ ബോഡിയിൽ കൂടെ ഇങ്ങനെ കാറ്, ബൈക്ക്, സ്കൂട്ടറൊക്കെ ഇങ്ങനെ പോയി വലിയ വലിയ വണ്ടികൾ കൂടുതൽ NHൻ്റെ സൈഡിലും മെയിൻ റോഡുകളിലൊക്കെയാണ് കാണുന്നത്. അപ്പം അതിങ്ങനെ കിടന്ന് അതിൻ്റെ സ്കിന്നടക്കം എന്താ പറയുക ഉണങ്ങി ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ കാണാറുണ്ട്, പല സ്റ്റേജിലുള്ളത് കാണാറുണ്ട്. അപ്പം എനിക്കത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പിന്നത്തെ ഒരു കാര്യം വെച്ചാൽ ഞാനിങ്ങനെ ഈ ഒരു തോട്ടാണോ എൻ്റെ ആദ്യത്തെ സബ്ജക്റ്റ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു. പല രീതിയിലുള്ള മനസ്സിലൊരു അപ്പ് ആൻഡ് ഡൗൺസ് എനിക്ക് തോന്നിയിരുന്നു. ഇത് പറയണോ, ഇത് സംസാരിച്ചാൽ നിങ്ങളിലേക്ക് കണക്റ്റ് ആവുമോ, റിലേറ്റ് ആവുമോ, അത് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ എനിക്ക് ഓരോരോ ഇൻസിഡൻറ്റ് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഇത് തന്നെ ആദ്യം സംസാരിക്കുക എന്നുള്ളത്. കാരണം എൻ്റെ ആദ്യത്തെ പോസ്റ്റാണ് ട്വിറ്ററിൽ. അത് മാത്രമല്ല ഇതൊരു കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, കണ്ടൻറ്റ് എത്തിക്കാൻ പറ്റും എന്നുള്ളത് തോന്നിയത് വെച്ചാൽ എന്തോ കുറച്ച് നിമിത്തങ്ങൾ എനിക്ക് വന്നു. അതിൽ ഒരു നിമിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ മുന്നേ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എല്ലാവരും ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കാം. ഒരു ഇൻ്റർവ്യൂവിനിടയിൽ സുരഭി ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു, ചെറുപ്പത്തിൽ ചില കോഴിക്കുഞ്ഞുങ്ങളുടെ കഴുത്ത് ഞെരിച്ചൊഴിക്കുന്ന സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പം ആ ഒരു വീഡിയോ എൻ്റെ മനസ്സിലുണ്ട്. കാരണം അത് ശരിക്കും അതൊരു തമാശയായിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി, അതിനെ വേറൊരു മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇൻസിഡൻറ്റ് പറയാനുണ്ടായ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ആദ്യം ചെയ്യാമെന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഈ ഒരു ആക്ട്രസ് സംസാരിക്കുന്നതിൻ്റെ ആ ഒരു റീൽ എനിക്ക് വീണ്ടും ഷെയർ ചെയ്തു. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് തന്നെ എനിക്ക് ഓരോ നിമിത്തം പോലെ എനിക്ക് കൊണ്ടുവരികയാണല്ലോ. അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നാമത്തെ ഒരു നിമിത്തമായിരുന്നു. പിന്നെ ഞാനിപ്പം വേറൊരു സ്റ്റോറി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം മുന്നേ ഇതേപോലെ തന്നെ ഞാൻ ഇതേപോലെ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഇതേപോലെ തന്നെ പെട്ടെന്നൊരു പട്ടി റോഡ് ക്രോസ് ചെയ്തു. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തത്, പക്ഷേ ബാലൻസ്ഡ് ആയിരുന്നു. ഞാൻ സ്പീഡ് അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിഡായില്ല, സേഫായിട്ട് ഞാൻ മാനേജ് ചെയ്തു. പക്ഷേ ആ പട്ടിക്ക് നല്ല രീതിയിൽ അടിപെട്ടിട്ടുണ്ട്. അതിൻ്റെ കാലിനാന്ന് തോന്നുന്നുണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാനത് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി, കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ അതിനും അപായമൊന്നും സംഭവിച്ചില്ല. ഈ ഒരു കാലിന് എന്തോ പ്രശ്നം പറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എനിക്കത് പോകേണ്ട ധൃതിക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ റിട്ടേൺ അന്ന് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഞാൻ നോക്കി, ആ ഏരിയയിൽ നോക്കി പട്ടി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി. പക്ഷെ അതിനെ കണ്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ ആ റൂട്ട് ഡെയിലി പോകുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു, ഇങ്ങനൊരു ആക്സിഡൻറ്റിൻ്റെ കേസ് ഇതിനെ കാണാൻ പറ്റും, ഇതിന് ഓക്കെ ആണോ, ഇതിൻ്റെ ആ ഒരു പട്ടി എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അത് എസ്കേപ്പ് ആയോ എന്നുള്ളത് ഒന്ന് അറിയണം എന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഈ പറഞ്ഞ ആ ഒരു പട്ടിയെ ഞാൻ ഇന്നലെ വൈകുന്നേരം വീണ്ടും കണ്ടു. അപ്പം ആ ഒരു പട്ടിയെ കണ്ടപ്പോൾ ഞാനിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഈ ഒരു പട്ടി ഇങ്ങനെ ഒറ്റ കാലി, ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച കാലിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നെ ആ പട്ടി ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഞാനവിടെ 2 വീടപ്പുറത്ത് തന്നെ ഞാൻ നിർത്തി. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാനത് തിരിച്ച് കൈകൊണ്ടൊന്ന് കാണിച്ചപ്പോൾ അതിങ്ങനെ എണീറ്റ് നടക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ പതുക്കെ ആ ബാഗിൽ നിന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പപ്സ് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ ആ ഒരു പട്ടിക്ക് കൊടുത്തു. അപ്പോൾ അത് സന്തോഷത്തോടെ കഴിച്ചു, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ഓക്കെയാണ്, ഹെൽത്തിയാണ്. അപ്പം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് കൂടെ എനിക്ക് ഇന്നലെ സംഭവിച്ചപ്പോൾ എൻ്റെ ലൈഫിൽ അത് വീണ്ടും ആ ഒരു ഇതിനെ കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഉറപ്പിച്ചു, എൻ്റെ ഫസ്റ്റ് സബ്ജക്റ്റ് ഈ ഒരു സബ്ജക്റ്റ് തന്നെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളോ ചിന്തകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഞാൻ ആദ്യമായിട്ട് പറഞ്ഞൊരു പോയിന്റ് പോലെ തന്നെ നമ്മൾ റോഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ജീവികളെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ആക്സിഡൻറ്റ്സ് കാണുമ്പോൾ നിങ്ങളും ചിന്തിക്കാറുണ്ടോ, അയ്യോ ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെടുത്തൊന്ന് സൈഡിലേക്ക് കടത്തിയിരുന്നെങ്കിൽ എന്നുള്ളതൊക്കെ? നമുക്ക് ഇതിന് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനൊപ്പം നിൽക്കാൻ തയ്യാറാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്കൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക. ആ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ലൊക്കേഷനും ഈ പറഞ്ഞ ഇങ്ങനത്തെ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ ആക്സിഡൻ്റായി കിടക്കുന്ന ജീവികളെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളത് അവരെ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ സംതിങ് അങ്ങനെ ആരെങ്കിലും കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാൻ പറ്റിയാൽ അവരുടെ ആൾക്കാർ വന്ന്, ഇപ്പം നമുക്ക് ഒരു ഡേ ടു ഡേ ലൈഫിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു കോമണർക്ക് പോയിട്ട് ചിലപ്പോൾ അതിനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ചെയ്യാൻ പറ്റുന്നവരുണ്ട് ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമുക്കതിനെ ഏതെങ്കിലും ഒരു ആളിലേക്ക് എത്തിച്ചാൽ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് എത്തിച്ചാൽ നിയർ ബൈ ഉള്ള അവർ അതിനൊരു ഇൻറ്റിമേഷൻ കൊടുത്ത് അവിടുന്ന് അതിനെ ക്ലിയർ ചെയ്ത് പ്രോപ്പറായിട്ട് ആ ഒരു ബോഡിയോട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്, ഏതൊരു ജീവനും അതിൻ്റേതായിട്ടുള്ളൊരു വിലയുണ്ട്. അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ ബോഡിയോട് റെസ്പെക്റ്റ് കാണിക്കുക. അപ്പം അതിനെന്തൊരു ഇനിഷ്യേറ്റീവാണ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് എന്തൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്കിതിലേക്ക്
ഇത് കൊണ്ടുവരാം. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഓൾ കേരള അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ നമുക്ക് ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും. ഈ ഒരു സബ്ജക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഈ സബ്ജക്റ്റ് സംസാരിച്ചതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഒരു പകപ്പുണ്ടാവും, തുടക്കക്കാരൻ എന്നുള്ള രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ അതെല്ലാം ക്ഷമിക്കുക. തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സജഷൻസ് പറയുക. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.